ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ രാജസ്ഥാനിൽ പോയപ്പോൾ അവിടെ ഒരു സ്ഥലം കണ്ടിരുന്നു, ജന്തർ മന്ദിർ എന്നുണ്ട്. ജന്തർ മന്ദിർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല ഭൂത് ബംഗ്ലോ ആണ്. പക്ഷേ ഭൂത് ബംഗ്ലോ എന്നല്ല കേട്ടോ. ഇത് 1728 1734 കാലഘട്ടങ്ങളിൽ അന്നത്തെ രാജസ്ഥാനിലെ ആദ്യത്തെ രാജാവായിരുന്ന ഹവായി ജയ്സിംഗ് രണ്ടാമൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇദ്ദേഹം 5 സ്ഥലങ്ങളിൽ ഈ ജന്തർ മന്ദിർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഉണ്ടാക്കിയത് ഡൽഹിയിലാണ്, പിന്നെ ഉജ്ജയിനിൽ, പിന്നെ വാരാണസി, മധുര, ജയ്പൂർ. ലാസ്റ്റ് ഉണ്ടാക്കിയതാണ് ജയ്പൂരിൽ കേട്ടോ. പല കാര്യങ്ങളും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയട്ടെ. ഈ ജന്തർ എന്ന് മീൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്, മന്ത്ര മീൻസ് കാൽക്കുലേഷൻ. അപ്പോൾ ജന്തർ മന്ദിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് കാൽക്കുലേഷൻ വെച്ച് ടൈമും സമയമൊക്കെ കണ്ടുപിടിക്കൽ. അതുപോലെ നമ്മുടെ രാശി, പണ്ടൊക്കെ ജ്യോതിഷന്മാരെ ഇതൊക്കെ വെച്ചിട്ടല്ല കണ്ടുപിടിച്ചിരുന്നത്. ഇത് മെയിനായിട്ട് ഞാൻ ഈ എടുത്തുള്ളത് നിങ്ങളിപ്പോൾ കണ്ടില്ല, ഇത് ഋഷഭ് രാശിയിലതാ. അപ്പോൾ രാശികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്ലോക്കില്ലായിരുന്ന കാലത്ത് സമയം നോക്കിയിരുന്നത് എങ്ങനെയാണ്, അതൊക്കെയാണ് അവിടുത്തെ മെയിനായിട്ടിട്ട്. ഇപ്പം ഞാൻ ഈ എടുത്തിട്ടുള്ള ഭാഗം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാശികളെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഓരോ രാശികൾ നിങ്ങളിപ്പോൾ ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ കാണാതെ ഇതേതാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ മ്യൂട്ടിട്ട് കൊടുക്കുകയാണ്, വോയിസ് അന്ന് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ സംസാരം ഇതെൻ്റെ രാശി നിങ്ങളുടെ രാശി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ ഫോട്ടോ എടുക്കണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഏത് രാശിയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒരു നമ്മുടെ രാശികളുടെ ഇതൊക്കെ അന്നേ ഉണ്ട്, എത്ര കൊല്ലങ്ങൾ മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സമയം കണ്ടുപിടിക്കുക. ഇത് എൻ്റെ രാശിയാണ് കേട്ടോ, എൻ്റെ രാശി സിംഹരാശിയാണ്, ഞാൻ എല്ലാവരോടും പറയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത്രയോ ബുദ്ധിയുള്ള ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലാണ് ഓരോ രാശികളുടെ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ രാശികളുടെ, ചില ഏരിയ മുഴുവൻ സമയങ്ങൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ സൂര്യൻ ഉത്തരായണത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് മാറുന്നതും അങ്ങനെ ഓരോന്നും വളരെ വ്യക്തമായിട്ട് വളരെ ഇതായിട്ട് പണിതിട്ടുണ്ട്. ഇത്ര കൊല്ലം മുന്നുണ്ടാക്കിയ സാധനത്തിന് ഇപ്പോഴും ഒരു കുഴപ്പം വന്നിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം കേട്ടോ. അതും വളരെ നന്നായിട്ട് രാജസ്ഥാൻ ഗവൺമെൻറ് സൂക്ഷിക്കുന്നുണ്ട്. നമുക്ക് അവിടെ ചെന്ന പേഴ്സണൽ ഗൈഡ് വേണമെങ്കിൽ ഗൈഡിനെ കിട്ടും. 700 രൂപ കണ്ടാണ് ഒരു ഗൈഡിൻ്റെ ചാർജ്. ആൾ വന്നാൽ നമുക്കൊന്നും കൂടി വിശദമായി സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കി തരും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് വീഡിയോ ഷൂട്ട് അല്ലാവല്ല. അവിടെ നമുക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇത് എന്നാണ് ഉണ്ടാക്കിയത്, എന്തിനാണ് ഉണ്ടാക്കിയതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് തന്നെ ഓരോ കട്ടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ എന്തുകൂട്ടാന്ന് വിചാരിക്കും. അതുപോലെ സ്റ്റാർ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഞാനൊരു പാട്ട് ആഡ് ചെയ്തിട്ടാണ് ഇട്ടിട്ട്. അതെനിക്ക് വോയിസ് ഇടാനായിട്ട് തീരെ സുഖമില്ലായിരുന്നു, വോയിസ് ഇൻഫെക്ഷനായിട്ട് ത്രോട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ 2 ദിവസം മുടക്കാണ്. ഉത്തരായണമാണ്, ഇവിടെ പട്ടം പറപ്പിക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഓരോന്നായി കൂടി വരല്ലേ. അപ്പോൾ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. രാജസ്ഥാനിൽ രാജസ്ഥാനിൽ മാത്രമല്ല, ഡൽഹിയിലോ മധുരയിലോ വാരണാസിയിലോ ഉജ്ജയിനിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും പോകണമെങ്കിൽ ഈ ജന്തർ മന്ദിർ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒന്ന് പോയി കാണണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബൈ.